കാറ്റത്ത് കിളിക്കൂടിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. സുധീഷ് സ്വർണവും പണവും തട്ടിക്കൊണ്ടുപോയി തന്നെ ഒളിപ്പിച്ചു വെച്ച കാര്യം പറയേ രാജീവും ടെൻഷൻ അഭിനയിച്ച് ചോദിക്കുന്നുണ്ട്, ആരാ സുധീഷ് ഇങ്ങനെ ചെയ്തത്? അവര് വെറുതെ വിടാൻ പാടില്ലെന്ന്. സുധീഷും ഒരു ചിരിയോടെ, അയ്യോ അവരെ കണ്ടുപിടിക്കാൻ നിങ്ങൾ മെനക്കെടൊന്നും വേണ്ട, കാണിച്ചു തരാമെന്ന് പറഞ്ഞ് അവൻ ഹരീഷ് എന്ന് നീട്ടി വിളിക്കുക. ഹരീഷ് അപ്പോഴേക്കും രാജീവിന്റെ ഗുണ്ടയുമായി അങ്ങോട്ടെത്തുകയാണ്. അവനെ കണ്ട് രാജീവും അരുണുമെല്ലാം പരിഭ്രമത്തോടെ നിൽക്കുമ്പോഴേക്കും സുധീഷ് അവരോടായി പറയുന്നുണ്ട്, ദാ ഈ നിൽക്കുന്നില്ലേ ഇവൻ തന്നെയാ എന്ന്. ഇവനോ? പറയട നീ, ആരാട നീ? ആര് പറഞ്ഞിട്ട് ഇതൊക്കെ ചെയ്തത് എന്ന് അവന്റെ ഷർട്ടിന് കുത്തിപ്പിടിച്ചുകൊണ്ട് രാജീവും ചോദിക്കുക. സുധീഷേ, ഇനി ഇവനെ എന്ത് വേണമെന്ന് എനിക്കറിയാം, എല്ലാ സത്യങ്ങളും ഞാൻ തുറന്നു പറയിക്കാമെന്ന് പറഞ്ഞ് രാജീവ് അവന്റെ കരണത്ത് ആഞ്ഞടിക്കുമ്പോഴേക്കും സുഭാഷും മുന്നോട്ട് വന്ന് ആ ഗുണ്ടയെ പുറകിലേക്ക് പിടിച്ചു മാറ്റിക്കൊണ്ട് രാജീവിന്റെ മുന്നിലേക്ക് കയറി നിന്ന് ദേഷ്യത്തോടെ അദ്ദേഹത്തെ തന്നെ നോക്കി നിൽപ്പാ. എന്താ സുഭാഷേ? സുഭാഷ് മാറി നിൽക്ക്, ഇവനോട് ഞാൻ ചോദിച്ചോളാം എന്നൊക്കെ രാജീവ് പറയുന്നുണ്ടെങ്കിലും സുഭാഷ് ദേഷ്യത്തോടെ അദ്ദേഹത്തെ തന്നെ നോക്കി നിൽപ്പാ. അത് കാണാൻ രാജീവും സുഭാഷ് എന്താ ഇങ്ങനെ നോക്കുന്നത് എന്ന് ചോദിക്കേ, നിങ്ങൾ വിശ്വസിച്ചിട്ടല്ലേ ഇവര് രണ്ടുപേരെയും ഇങ്ങോട്ട് അയച്ചത്, എന്നിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യാവോ? പ്രായത്തിന് മുതിർന്ന ഒരാൾ, അതും നിധിയുടെ അച്ഛൻ, എല്ലാം മറന്നും പുറത്തും ഒരു ദിവസം വീട്ടിൽ വന്ന് താമസിച്ച് ഞങ്ങളോടൊപ്പം ഭക്ഷണവും കഴിച്ച് ഇവരെയും കൊണ്ട് ഒരാഴ്ച ഇവിടെ വന്ന് താമസിക്കണമെന്ന് പറഞ്ഞപ്പോ അതും സമ്മതിച്ച് ഇവരെ അയച്ചതാണോ ഞങ്ങൾ ചെയ്ത തെറ്റ് എന്ന് സുഭാഷ് പറയുന്നത് കേൾക്കെ ഹരീഷും ദേഷ്യത്തോടെ, സുഭാഷ് ഏട്ടാ എന്തിനാ ഇവരോട് ഇങ്ങനെ മര്യാദയ്ക്കൊക്കെ സംസാരിക്കണത്? ഇത്തിരി നേരം കൂടി കഴിഞ്ഞ് നമ്മൾ എത്തിയിരുന്നെങ്കിൽ സുധീഷ് ഏട്ടന്റെ ബോഡിയും കൊണ്ട് നമ്മൾ മടങ്ങി പോവേണ്ടി വന്നേനെ, എന്നിട്ട് ഇങ്ങേരോടാണോ ന്യായം പറയാൻ നിൽക്കുന്നേ എന്ന് ഹരീഷ് ചോദിക്കേ. മോനെ എന്താ നീ പറയുന്നേ എന്ന് രാജീവും ചോദിക്കുന്നുണ്ട്. നിധിയും ടെൻഷനോടെ, എന്തൊക്കെ ഇവിടെ നടക്കുന്നേ? സുധീഷിനെ ആരാ കൊല്ലാൻ നോക്കിയത്? ഹരീഷ് എന്തൊക്കെയാ പറയുന്നത് അച്ഛാ? സുഭാഷ് ഏട്ടൻ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്താ ശരിക്കും നടന്നത്? അച്ഛൻ പറ എന്ന് നിധി ചോദിക്കേ. ഏട്ടത്തിയുടെ അച്ഛൻ തന്നെയാ എല്ലാത്തിനും കാരണമെന്ന് നികേഷും പറയുന്നുണ്ട്. ആണോ എന്ന് അമ്പരപ്പ അഭിനയിച്ച് രാജീവ് ചോദിക്കുമ്പോഴേക്കും സുധീഷ് ഏട്ടന്റെ അടുത്ത് പണവും സ്വർണവും കൊടുത്തയച്ചെന്ന് പറഞ്ഞ് ആളയച്ച് തട്ടിയെടുക്കാൻ നോക്കിയതും സുധീഷ് ഏട്ടനെ കൊണ്ടുപോയി കെട്ടിയിട്ട് തല്ലിച്ചതച്ചതുമൊക്കെ ഏട്ടത്തിയുടെ അച്ഛൻ തന്നെയാ എന്നവൻ പറയുന്നത് കേൾക്കെ നിധി സങ്കടത്തോടെയും പരിഭ്രമത്തോടെയും രാജീവിനെ ഒന്ന് നോക്കിക്കൊണ്ട്, അച്ഛനോ എന്ന് അവനോട് ചോദിക്കുക. അതെ, ചേട്ടനെ ഏടത്തിയുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കണം, ഏടത്തിയെ തിരിച്ചിങ്ങോട്ട് കൊണ്ടുവരണം. അതിനുവേണ്ടി ചേട്ടത്തിയുടെ അച്ഛനും ചേട്ടനും കൂടി പ്ലാൻ ചെയ്ത ഒരു നാടകമായി ഇത്. കൈയോടെ പിടിച്ചപ്പോ ഇപ്പോ പ്ലേറ്റ് മാറ്റി കളിക്കാൻ നോക്ക്. അഥവാ ഇന്നലെ ഞങ്ങൾ കാണാതെ പോയിരുന്നെങ്കിലേ സുധീഷ് ഏട്ടൻ ഇന്ന് ജീവനോടെ ഉണ്ടാവില്ലായിരുന്നു എന്നവൻ പറയുന്നതെല്ലാം കേൾക്കെ നിധിയും ദേഷ്യത്തോടെ അച്ഛനെ നോക്കിക്കൊണ്ട്, ഇവര് പറയുന്നതെല്ലാം സത്യമാണോ? ഞാൻ ഈ വീട്ടിൽ തിരിച്ചു വരാൻ വേണ്ടിയാണോ ഇതൊക്കെ ചെയ്തത്? പറയാൻ എന്ന് ചോദിക്കേ. ഇല്ല മോളെ, അച്ഛൻ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് മോള് വിചാരിക്കുന്നുണ്ടോ എന്ന് അച്ഛനും സങ്കടം അഭിനയിച്ച് ചോദിക്കുക. ഓ, ഒന്നും അറിയാത്ത പാവം കളിക്കുകയാണല്ലേ നിങ്ങൾ വീണ്ടും. ഇതൊന്നും ചെയ്യാനല്ലായിരുന്നെങ്കിൽ എന്തിനാ പിന്നെ എന്നെ വെല്ലുവിളിച്ചത് സാറ്? പറയണം എന്ന് സുധീഷ് പറയെ സംശയത്തോടെ അച്ഛനെ നോക്കിക്കൊണ്ട്, എന്ത് വെല്ലുവിളി എന്ന് ചോദിക്കുന്നുണ്ട് സുധീഷിനോടായി നിധി. പറയട്ടെ എന്ന് രാജീവിനോടായി സുധീഷ് ചോദിക്കേ. സുധീഷേ വേണ്ട എന്ന് പരിഭ്രമത്തോടെ രാജീവും പറയുകയാണ്. എന്ത് വേണ്ടാന്ന്? ഒരാഴ്ചയ്ക്കുള്ളിൽ നിധി എന്റെ അടുത്ത് നിന്നും എന്നേക്കുമായി മാറ്റുമെന്ന് നിങ്ങൾ വെല്ലുവിളിച്ചതല്ലേ? വീട്ടിൽ വന്ന നാടകം കളിച്ച് ഞങ്ങളെയും കൂട്ടി ഇങ്ങ് പോരുമ്പോ എന്തോ ഒരു പ്ലാൻ നിങ്ങൾക്കുണ്ടെന്ന് എനിക്കറിയാമായിരുന്നു. പക്ഷേ അച്ഛനും മകനും കൂടി എന്നെ കൊല്ലാനാണ് പ്ലാൻ ചെയ്യുന്നതെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല എന്നവൻ പറയുന്നത് കേൾക്കെ നിധി സങ്കടത്തോടെയും ദേഷ്യത്തോടെയും അച്ഛനെ തന്നെ നോക്കി നിൽപ്പാം. രാജീവും അവളോടായി, നിധി വെറുതെ ഇല്ലാത്ത കഥകളൊക്കെ ഉണ്ടാക്കി പറയുക, ഇങ്ങനൊന്നും നടന്നിട്ടില്ല. നിന്നെ ഈ കുടുംബത്തിൽ നിന്ന് പിരിക്കാനായി ഇവൻ നോക്കുന്നത്. ഇവന് വിശ്വസിക്കരുത്, നീ ഉള്ളി പോയിക്കോ, ഇവരുടെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് ഹേമയോടായി, ഹേമേ നീ മോളെയും കൊണ്ട് അകത്തു പോ എന്ന് പറയുമ്പോഴേക്കും ഹേമയും അങ്ങോട്ട് വന്ന് നിധിയുടെ കയ്യിൽ പിടിച്ച്, മോളെ അച്ഛൻ അവളോട് സംസാരിച്ചോളും, വാ എന്ന് പറഞ്ഞ് അവളെ പിടിച്ചു വലിക്കേ. അരുൺ മോളെയും കുട്ടി അകത്തേക്ക് പോയെന്ന് രാജീവ് അരുണിനോടും പറയുന്നുണ്ട്. അവനും അവളുടെ അടുത്തേക്ക് ചെന്ന് മറ്റേ കയ്യിൽ പിടിച്ചു വലിച്ച്, വാ നിധി ഇതൊക്കെ അച്ഛൻ ചെയ്യട്ടെ, വാ എന്ന് പറഞ്ഞ് പിടിച്ചു വലിക്കുമ്പോഴേക്കും വീടെന്ന് പറഞ്ഞ് അവൾ രണ്ടുപേരുടെയും കൈ തട്ടി മാറ്റിക്കൊണ്ട്, എന്റെ ദേഹത്ത് തുടരുത് എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ വീണ്ടും അച്ഛനെ നോക്കുമ്പോഴേക്കും, മോളെ അങ്ങനെയൊന്നുമല്ല, ഞാൻ പറയുന്നതൊന്ന് കേൾക്ക് മോളെ എന്ന് പറഞ്ഞ് തോളത്ത് കൈവയ്ക്കുമ്പോഴേക്കും നിധി അച്ഛന്റെ കൈ തട്ടി മാറ്റിക്കൊണ്ട് സുധീഷിനോടായി, സുധീഷ് പറയണം എന്താ ഉണ്ടായത്, അന്ന് കാറിൽ കയറിയപ്പോ മുതൽ എന്താ നടന്നത് എന്നവൾ ചോദിക്കേ. സുധീഷും അക്കാര്യം ഓർത്തെടുത്ത് പറയുകയാ, അവൾ നിന്നെ വിട്ട് എന്റെ കൂടെ വരിക തന്നെ ചെയ്യും. അന്ന് തുടങ്ങും നിന്റെ കഷ്ടകാലം. ഇന്ന് മുതൽ 7 ദിവസത്തിനകം അവൾ നിന്നെ ഉപേക്ഷിച്ച് എന്റെ വീട്ടിലേക്ക് വന്നിരിക്കും എന്നൊക്കെ അവളുടെ അച്ഛൻ വെല്ലുവിളിച്ചത് ഓർത്തു പറഞ്ഞ് ഇങ്ങോട്ട് വന്നതിനു ശേഷവും നിന്റെ വീട്ടുകാർ എന്നെ എത്രത്തോളം അപമാനിച്ചു എന്നറിയോ? എന്നാ ഞാൻ അതൊന്നും കാര്യമായിട്ട് എടുത്തില്ല. അതിന്റെ കാരണം എന്താ? കുടുംബത്തോടൊപ്പം ഇരിക്കുമ്പോഴുള്ള നിധിയുടെ സന്തോഷം കളയണ്ടെന്ന് കരുതി എന്നവൻ പറയുന്നത് കേൾക്കെ, എന്താ ഇവരുടെ വെച്ച് ചെയ്തത്? എങ്ങനെ ഇവര് സുധീഷിനെ അപമാനിച്ചെന്ന് എന്ന് നിധി ചോദിക്കെ അക്കാര്യവും സുധീഷ് ഓർത്തെടുത്ത് പറയുകയാ. അന്ന് നിധിയുടെ വീട്ടിൽ വന്ന സുധീഷിനെ പിടിച്ചു നിർത്തി രാജീവും അരുണും അവനോട് ഇരിക്കാനായി പറയുന്നതും അവൻ അവരുടെ കൂടെ സോഫയിലേക്ക് ഇരിക്കാൻ ചെല്ലുന്നേരം
മുമ്പ് ഇവിടെ ഡ്രൈവറായിട്ട് വന്നപ്പോ നീ ഇരിക്കാൻ പറഞ്ഞ സോഫയിൽ കയറി ഇരിക്കുമായിരുന്നോടാ? ഡൈനിങ് ടേബിളിൽ ഞങ്ങൾക്കൊപ്പം ഇരുന്ന് കഴിക്കുമായിരുന്നോ? ഇല്ലല്ലോ എന്നൊക്കെ ചോദിച്ച് ഓരോന്ന് പറഞ്ഞ് അപമാനിച്ചതും നിലത്തേക്ക് തള്ളി വീഴ്ത്തിയതും ദേഷ്യത്തോടെ സുധീഷ് അവിടെ തന്നെ ഇരിക്കുമ്പോഴേക്കും ദേഷ്യം വരുന്നുണ്ടോടാ നിനക്ക്? എന്നാ അടിക്കടാ, ധൈര്യമുണ്ടെങ്കിൽ അടിക്കടാ എന്നൊക്കെ അരുൺ വെല്ലുവിളിക്കുന്നതും എല്ലാം ഓർത്തെടുത്ത് പറഞ്ഞ് സുധീഷ് പറയുന്നുണ്ട്. സ്വർണവും പണവും ഒക്കെ കൊടുത്തയക്കുമ്പോ ചെറിയൊരു സംശയം എനിക്കും തോന്നിയിരുന്നു. പക്ഷെ ഇങ്ങനെയൊരു ട്രാപ്പിൽപ്പെടുത്തി എന്നെ ഇല്ലാതാക്കാൻ നിധിയുടെ അച്ഛനും ചേട്ടനോടും ശ്രമിക്കുമെന്ന് ഞാൻ മനസ്സിൽ പോലും കരുതിയില്ല എന്നവൻ പറയുന്നത് കേൾക്കെ രാജീവും ദേഷ്യത്തോടെ മതിയടാ നിർത്ത് എന്ന് പറഞ്ഞ് നിധിയോടായി, മോളെ ഇവൻ പറയുന്നത് വിശ്വസിക്കരുത്. ഇവൻ ഇന്നലെ നിന്റെ ജീവിതത്തിലേക്ക് വന്നവനാ. ഞാൻ അങ്ങനെയല്ല, ഞാൻ പറയുന്നത് കേൾക്ക്. ഇവിടെ നിന്നോ ഒരാളെ കൂട്ടി വന്നിട്ട് അത് മുഴുവൻ എന്റെ പ്ലാനാണെന്ന് പറഞ്ഞ് കുടുംബം മുഴുവൻ ചീത്ത വിളിക്കുന്നു. ഇത് ശരിക്കും എനിക്കെതിരെയുള്ള ഇവന്റെ കളിയാ മോളെ. എന്റെ മോളെയും എന്റെ സ്വത്തിനെയും തട്ടിയെടുക്കാൻ വേണ്ടി ഇവൻ കളിക്കുന്ന നാടകമാ എന്നൊക്കെ രാജീവ് നിധിയോടായി പറയുമ്പോഴേക്കും, അപ്പോ നിങ്ങളല്ല എന്നെ കൊല്ലാനായി ഇവനെ പറഞ്ഞു വിട്ടത് അല്ലേ എന്ന് സുധീഷ് ചോദിക്കെ, അതിന് തെളിവുണ്ടോടാ നിന്റെ കയ്യിൽ? വീട്ടിൽ കയറി വന്ന് എന്തോ പറയാമെന്നാണോ എന്ന് രാജീവ് ചോദിക്കെ, ഹരീഷും വിളിച്ച് പറയുന്നുണ്ട്. തെളിവല്ലേ സാറേ വേണ്ടത്, അത് നമുക്കുണ്ടാക്കാം എന്ന് പറഞ്ഞ ഗുണ്ടയോടായി, ഡാ സാറിനെ പ്രൂഫ് വേണം, നീ അല്ലാതെ പിന്നെ ആരാ പറയാനുള്ളത്? വ്യക്തമായി തെളിവ് കൊടുത്തേക്കെന്ന് പറഞ്ഞ് വീണ്ടും രാജീവിനോടായി, നിങ്ങൾ ചോദിച്ച തെളിവ് ഇവൻ തരും, മതിയോ എന്ന് ചോദിക്കുമ്പോഴേക്കും സുധീഷും തന്നെ തട്ടിക്കൊണ്ടുപോയതും കെട്ടിയിട്ട് മർദ്ദിച്ചതും പിന്നീട് വേറൊരു സ്ഥലത്തേക്ക് മാറ്റുന്നതിനിടയിൽ സുഭാഷ് ഏട്ടനും കൂട്ടരും കണ്ടെത്തുന്നതും മറ്റു രണ്ടു ഗുണ്ടകളും ഓടിപ്പോകുമ്പോഴേക്കും പിടിയിൽ വീണ ഇവനെ അവർ തല്ലിച്ചതച്ച് സത്യങ്ങളെല്ലാം പറയിപ്പിക്കുന്നതും അവൻ പറയുകയാണ്. ഇവനോട് ഇങ്ങനെ ചോദിച്ചാലൊന്നും പറയില്ല എടാ എന്ന് വിളിച്ച് ഹരീഷ് അവനെ തല്ലി ചതയ്ക്കുമ്പോഴേക്കും ആകെ കുഴഞ്ഞു പോകുന്ന അവനും, ഞാൻ പറയാം രാജീവ് ശങ്കർ സാറാ, നിങ്ങൾ വരുന്ന വഴിയും കയ്യിലുള്ള പണത്തിന്റെ കണക്കുമെല്ലാം പറഞ്ഞ് ഈ കൊട്ടേഷൻ രാജീവ് ശങ്കർ സാർ ഏൽപ്പിച്ചതാ എന്നവൻ പറയുന്നത് കേൾക്കെ ദേഷ്യത്തോടെ, പിന്നെ എന്നെ അവിടുന്ന് മാറ്റം പറഞ്ഞത് ആരാടാ എന്ന് സുധീഷൻ ചോദിക്കുക. അരുൺ സാറാ, ആരെങ്കിലും അന്വേഷിച്ചു വന്നാ അവിടെ കാണരുതെന്നും വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി തട്ടിക്കളയാനും സാറാ പറഞ്ഞത് എന്നൊക്കെ അവൻ പറഞ്ഞത് കേൾക്കെ നിധിയും ആകെ ടെൻഷനോടെ അച്ഛനെ തന്നെ നോക്കി നിൽപ്പാ. ഇവന്റെ കൂടെയുള്ളവർ രക്ഷപ്പെട്ടു, ഇവനെ മാത്രം കൈ കിട്ടി, അല്ലെങ്കിലേ ആ പണവും സ്വർണവും കൈക്കലാക്കാൻ വേണ്ടി ഞാൻ നടത്തിയ നാടകമാണിതെന്ന് നിന്റെ അച്ഛൻ നിന്നെ പറഞ്ഞ് വിശ്വസിപ്പിക്കുമായിരുന്നു എന്നവൻ പറയുന്നത് കേൾക്കെ ദേഷ്യത്തോടെ നിധി അച്ഛനെ നോക്കുമ്പോഴേക്കും, മോളെ കള്ളമാ, ഞാൻ പറയുന്നത് കേൾക്ക് എന്ന് രാജു പറയുമ്പോഴേക്കും നിധിയും തടഞ്ഞുകൊണ്ട്, മതി, ഇനി ഒന്നും നിങ്ങൾ പറയണ്ട, നിങ്ങൾ ഒരു മനുഷ്യനാണോ? ഈ രീതിയിൽ ചിന്തിക്കാനും പ്രവർത്തിക്കാനും മനുഷ്യത്വമുള്ള ഒരാൾക്കും കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നിങ്ങളെ ഞാൻ എത്ര വിശ്വസിച്ചെന്നറിയോ? എന്നോടുള്ള സ്നേഹം കൊണ്ടാ നിങ്ങൾ എന്നെ തേടി വന്നിരിക്കുന്നതെന്ന് ഞാൻ ഒരുപാട് സന്തോഷിച്ചു. പക്ഷേ നിങ്ങൾക്കുള്ളത് സ്നേഹമല്ല, പകയും ദുരഭിമാനവും മാത്രമാണ്. ഇമ്മാതിരി ഒരു വൃത്തികെട്ട നാടകം കളിച്ച് നിങ്ങൾ എന്നെ ഈ വീട്ടിൽ തിരികെ എത്തിക്കാൻ നോക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ലെന്ന് നിധി ദേഷ്യത്തോടെ പറയേ. അരുണും, നിധി അച്ഛൻ എന്ത് ചെയ്താലും അത് നിന്റെ നന്മയ്ക്കായിട്ടാണ്, അതാദ്യം മനസ്സിലാക്ക്. വീണ്ടും ആ കുപ്പയിൽ പോയി കിടക്കണോ നിനക്ക്? ഇവിടെ കഴിഞ്ഞ 4 ദിവസം നീ എത്ര ഹാപ്പി ആയിരുന്നു, അതൊന്ന് ആലോചിച്ച് നോക്ക് എന്നവൻ പറയേ. നിധി അവന്റെ കാലിലേക്ക് നോക്കിക്കൊണ്ട്, കാലേ സ്പ്രെയിനായെന്നല്ലേ പറഞ്ഞത്? ഇന്നലെ മുതൽ ഞൊണ്ടിയല്ലേ നടന്നത്? അച്ഛൻ എന്നെയും കൊണ്ട് പോകാൻ പറഞ്ഞപ്പോ ഒരു ഉളുക്കും കണ്ടില്ലല്ലോ. പെട്ടെന്നെന്താ അഭിനയം മറന്നുപോയോ? ഇങ്ങനൊരു ചീപ്പ് നാടകം കളിക്കാൻ നാണമാവുന്നില്ലേ നിങ്ങൾക്ക് എന്നവനോട് ചോദിച്ച് രാജീവിന് നേരെ തിരിഞ്ഞ്, എനിക്ക് നിങ്ങളെ കാണുമ്പോഴേ ഇപ്പൊ പേടിയാവുക. സ്വന്തം കാര്യം നടത്താൻ നിങ്ങൾ ഇനി എന്തൊക്കെ ചെയ്യും? നിങ്ങൾ പറയുന്നത് അനുസരിച്ചില്ലെങ്കിൽ എന്നെ കൊന്നു കളയാനും നിങ്ങൾക്ക് മടിയുണ്ടാവില്ല എന്നവൾ ദേഷ്യത്തോടെ പറയേ. നിധി വാക്കുകൾ സൂക്ഷിച്ച് എന്ന് രാജീവും അവളുടെ നേരെ വിരൽ ചൂണ്ടി പറയുകയാണ്. നീ എന്താ അച്ഛാ സൂക്ഷിക്കാനുള്ളത്? ഇത്രയേറെ നിങ്ങൾ ചെയ്തിട്ടും ഞാൻ പറയുന്നതാണോ കുറ്റം? നിങ്ങളെ അച്ഛന്ന് വിളിക്കാൻ പോലും എനിക്കിപ്പോ നാണം തോന്നുന്നു. അച്ഛൻ ചെയ്യുന്നതാണോ നിങ്ങളിപ്പോ ചെയ്തത്? ഒരാളെ കൊല്ലാനൊക്കെ തീരുമാനമെടുക്കാൻ മാത്രം വൃത്തികെട്ടവനായോ എന്റെ അച്ഛൻ? നിങ്ങളുടെ അന്തസ്, നിങ്ങളുടെ അഭിമാനം, അത് മാത്രമാണ് നിങ്ങൾക്ക് മുഖ്യം അല്ലേ? അത് സംരക്ഷിക്കാൻ ആരെയും എന്തും ചെയ്യും അല്ലേ? അതിനു മുന്നിലെ മറ്റാരുടെയും സന്തോഷം നിങ്ങൾക്ക് പ്രശ്നമല്ല അല്ലേ? നിങ്ങളുടെ സ്വന്തക്കാരോടും ബിസിനസ് പാർട്ട്നേഴ്സിനോടും ഓടിപ്പോയി ഞാൻ എന്റെ മകളെ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു, ഇനി മുതൽ ഞാൻ പറയുന്നത് കേട്ട് അവൾ എന്റെ വീട്ടിൽ കഴിയും എന്നൊക്കെ അഭിമാനത്തോടെ പറയണം. അതിനല്ലേ നിങ്ങൾ ഇതൊക്കെ ചെയ്തത്? അതിനുവേണ്ടി നിങ്ങൾ എന്തും ചെയ്യുമല്ലേ എന്ന് നിധി ദേഷ്യത്തോടെ ചോദിക്കുക. നിധി ഞാൻ പറയുന്നത് എന്ന് രാജീവ് പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും നിധിയും തടഞ്ഞ്, വേണ്ട എനിക്കൊന്നും കേൾക്കണ്ട എന്ന് പറയേ. മോളെ ഞാനൊന്ന് പറയട്ടെ എന്ന് രാജീവും. എനിക്കൊന്നും കേൾക്കണ്ടെന്നല്ലേ പറഞ്ഞത്? നിങ്ങളെ കാണുമ്പോഴേ എനിക്ക് ഭയമാ. നിങ്ങളെ വിശ്വസിച്ച് വീണ്ടും ഇവിടേക്ക് വന്ന് ചതിക്കപ്പെട്ടത് ഞാനാ. അതോർക്കുമ്പോ എനിക്ക് എന്നോട് തന്നെ പുച്ഛം തോന്നാ. മതി, ഇതുവരെ നിങ്ങൾ എനിക്ക് വേണ്ടി ചെയ്തതൊക്കെ മതി. ഇതോടെ എല്ലാം ഞാൻ തീർക്കുക. അമ്മ, അച്ഛൻ, ചേട്ടൻ എന്നൊക്കെ പറഞ്ഞ് ഒരാളും എന്റെ മുന്നിലേക്ക് വന്നു പോകരുത്. ഇനി മുതൽ നമ്മൾ ഒന്നല്ല, നിങ്ങൾ വേറെ ഞാൻ വേറെ എന്ന് ദേഷ്യത്തോടെ തീർത്തു പറഞ്ഞ് അവൾ അകത്തേക്ക് കയറി പോവുകയാ. ആകെ തകർന്നു നിൽക്കുകയാ രാജീവും.
നിധി അപ്പോഴേക്കും തന്റെ ബാഗുമായി അങ്ങോട്ടെത്തി. പോവാം എന്ന് പറയാൻ നികേഷും പറയുന്നുണ്ട്. ഇതൊക്കെ പോലീസിൽ പരാതിപ്പെടുകയോ വേണ്ടത്? ഒരാളെ കടത്തിക്കൊണ്ടുപോയി കൊല്ലാൻ നോക്കിയ കേസാ, സാക്ഷി വരെയുണ്ട്. ഇതങ്ങനെ വെറുതെ വിടരുത് ഏട്ടത്തിയെന്ന്. കേൾക്കേ സുഭാഷും, ഏയ് നികേഷേ അത് വിട്, ചെയ്തതിനൊക്കെ അവര് തന്നെ അനുഭവിച്ചോളും, മോളുവാ എന്ന് പറഞ്ഞ് അവളുടെ ബാഗ് വാങ്ങിക്കേ. നിധി എന്ന് അച്ഛനെ വിളിക്കുക. നിധി തിരിഞ്ഞു നോക്കുമ്പോഴേക്കും രാജീവ് അവളുടെ അരികിലേക്ക് വന്ന്, നീ തെറ്റാണ് ചെയ്യുന്നത്, ഇതിന് നീ അനുഭവിക്കും, ഓർത്തോ എന്ന് രാജീവ് താക്കീത് നൽകെ. ഇത്രയും കാലം ഒരുമിച്ച് ജീവിച്ചിട്ടും നിങ്ങളെക്കാൾ എനിക്ക് കൂടുതൽ വിശ്വാസമുള്ളത് ഇപ്പൊ ഇവരെയാ. അതുകൊണ്ട് എന്തനുഭവിക്കേണ്ടി വന്നാലും ഞാൻ സഹിച്ചോളാം. ഇവിടെ കഴിയുന്നതിനേക്കാളും സന്തോഷം എനിക്ക് അവിടെ ഉണ്ടാവും, അത് ഉറപ്പാ. ഗതികെട്ടി ചാവേണ്ടി വന്നാലും ഇനി ഞാൻ ഇവിടേക്ക് വരില്ല, നിങ്ങളും എന്നെ തേടി വരരുത്, ഗുഡ് ബൈ എന്ന് പറഞ്ഞ് നിധി നടന്നു നീങ്ങുമ്പോഴേക്കും സുധീഷും കൂട്ടരും അവളുടെ പുറകെ പോവുകയാ. സിറ്റൗട്ടിലേക്ക് എത്തുമ്പോഴേക്കും ഇറങ്ങി പോടാ എന്ന് പറഞ്ഞ് ഹരീഷ് ആ ഗുണ്ടയെ ഒരു തള്ളുവെച്ച് കൊടുക്കുകയാണ്. മുറ്റത്തേക്ക് ഇറങ്ങിയ നിധിയും സുധീഷിനോടായി സോറി, നടന്നതെല്ലാത്തിനും ഒരു തരത്തിൽ ഞാനും കാരണമാ എന്ന് ടെൻഷനോടെ പറയേ. അവര് ചെയ്ത കാര്യത്തിന് ഇയാൾ എന്ത് പിഴച്ചു, അത് വിട്ടേക്കെന്ന് സുധീഷ് പറയേ. സുഭാഷ് ഏട്ടാ സോറി എന്ന് നിധി സുഭാഷിനോടും പറയുന്നുണ്ട്. എന്തിനാ മോളെ സോറിയൊക്കെ, നീ ഇത് മനസ്സാ വാച അറിയാത്ത കാര്യമാണെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞൂടെ. ഒന്നും സംഭവിക്കാതെ നിങ്ങളെ രണ്ടുപേരെയും ഞങ്ങൾക്ക് തിരിച്ചു കിട്ടിയില്ലേ, അത് തന്നെ ധാരാളം മതി, ഇനി ഇവിടെ അധികം നേരം നിൽക്കണ്ട, വാ പോവാം എന്ന് പറഞ്ഞ് സുഭാഷ് വിളിക്കേ. അതെ, ഈ വീടിന്റെ വൈബേ ശരിയല്ല, എത്രയും പെട്ടെന്ന് സ്ഥലം വിടാമെന്ന് ഹരീഷും. വൈബേ ഇല്ലേട്ടാ എന്ന് നികേഷും പറയുമ്പോഴേക്കും, ഒരു മിനിറ്റ് ഞാൻ ഇപ്പൊ വരാം എന്ന് പറഞ്ഞ് സുധീഷ് സിറ്റൗട്ടിലേക്ക് കയറുമ്പോഴേക്കും, എങ്ങോട്ടടാ എന്ന് സുഭാഷൻ ചോദിക്കുന്നുണ്ട്. അത്തേക്ക് അവൻ പറയേ, അങ്ങോട്ട് എന്തിനാ എന്ന് സുഭാഷ്. ഒരു ചെറിയ പണി കൂടി ബാക്കിയുണ്ട്, അത് തീർത്തിട്ട് വരാം, വെയിറ്റ് എന്ന് പറഞ്ഞ് സുധീഷ് അകത്തോട്ട് കയറി പോവുകയാണ്. പോയി വരട്ടെ, ആ പണി തീർക്കുന്നത് നല്ലതല്ലേ എന്ന് ഹരീഷും സുഭാഷിനോടായി പറയുന്നുണ്ട്. അകത്തേക്ക് എത്തുന്ന സുധീഷും അരുണിന്റെ അടുത്തേക്ക് ചെന്ന് വാ അളിയ എന്ന് പറഞ്ഞ് അവനെ ചേർത്ത് പിടിച്ചു കൊണ്ടുപോയി തനിക്ക് അഭിമുഖമായി നിർത്തിക്കൊണ്ട് അവന്റെ കരണത്ത് ആഞ്ഞടിക്കുകയാണ്. നീ പറഞ്ഞയച്ച ആളുകൾ എന്നെ കെട്ടിയിട്ടൊന്ന് പെരുമാറിയായിരുന്നു, കിട്ടിയതിന്റെ പലിശയെങ്കിലും നിന്നെ ഏൽപ്പിക്കാതെ പോയാ എനിക്കതൊരു ഭാരമാകും എന്ന് പറഞ്ഞവൻ വീണ്ടും അരുണിന്റെ കരണം പുകയ്ക്കുമ്പോഴേക്കും രാജീവും ഒച്ച വെച്ച് അവനെ കൈ ഉയർത്തി തടയുന്നുണ്ടെങ്കിലും സുധീഷും അദ്ദേഹത്തിന് നേരെ കൈ ഉയർത്തിക്കൊണ്ട് അദ്ദേഹത്തെ തടയുക. ഇന്നലെ രാത്രി മുഖം മൂടിയിട്ട് വന്നെന്നെ തല്ലിയത് നീ അല്ലേടാ, അതിനുള്ളത് കൂടി അങ്ങ് പിടിച്ചോ എന്ന് പറഞ്ഞ് വീണ്ടും അരുണിന്റെ കരണം താഞ്ഞടിക്കുക സുധീഷ്. എടാ, ആണുങ്ങളായ ഒരാളെ തല്ലുമ്പോഴെങ്കിലും അത് ഞാനാണ് ചെയ്തതെന്ന് പറയാനുള്ള ചങ്കൂറ്റം വേണമെടാ മണ്ട എന്ന് പറഞ്ഞ് വീണ്ടും അവനെ അടിക്കുമ്പോഴേക്കും ദേഷ്യത്തോടെ രാജീവും അവന്റെ അടുത്തേക്ക് ചെന്ന് അവന്റെ ഷർട്ടിന്റെ കുത്തിനിട്ട് പിടിച്ചുകൊണ്ട് വീട്ടിൽ കയറി വന്ന് തല്ലുന്നോടാ എന്ന് ചോദിച്ച് അവനെ അടിക്കാനാവുമ്പോഴേക്കും സുധീഷും അദ്ദേഹത്തെ തടഞ്ഞുകൊണ്ട്, ദേ നിധിയുടെ അച്ഛനാണെന്ന് ഓർത്തിട്ടല്ല, പ്രായത്തിന് മൂത്തതാണെന്നുള്ള ബഹുമാനം കൊണ്ടാ, അല്ലെങ്കിൽ അവളുടെ സർട്ടിഫിക്കറ്റ് എല്ലാം കത്തിച്ചു കളഞ്ഞ അന്ന് അല്ല ഈ ബൾബ് തലയുണ്ടല്ലോ അത് ഞാൻ പൊട്ടിച്ചേനെ, കേട്ടോടാ എന്ന് പറയുമ്പോഴേക്കും അച്ഛനെ തല്ലുന്നോ എന്ന് ചോദിച്ച് അരുണും സുധീഷും നേരെ പാഞ്ഞടുക്കുകയും സുധീഷും അവനെ തടഞ്ഞ് അവന്റെ കൈ പുറകിലേക്ക് വലിച്ചു നിർത്തിക്കൊണ്ട്, നിനക്കൊക്കെ ഗുണ്ടകളെ പറഞ്ഞ് തല്ലിച്ചിട്ടുള്ള ശീലമേ ഉള്ളൂ, എനിക്കതല്ല എന്ന് പറഞ്ഞ് അവനെ തള്ളി മാറ്റിക്കൊണ്ട് തന്റെ പോക്കറ്റിൽ നിന്ന് കാറിന്റെ കീയെടുത്ത്, നിങ്ങളുടെ ഈ നാടകം കളിക്ക് എനിക്ക് തന്നുവിട്ട ഈ വണ്ടി ഉണ്ടല്ലോ, ഈ ഗുണ്ടകൾ തട്ടിക്കൊണ്ടു പോവാൻ ഉപയോഗിച്ച അതേ വണ്ടി, അത് ഞാൻ അങ്ങ് കൊണ്ടുപോവാ, നിങ്ങൾക്ക് വേണമെങ്കിലേ തിരുവനന്തപുരത്തേക്ക് ഒരു ഡ്രൈവറെ അയച്ചാൽ തിരിച്ചു കൊണ്ടുവരാം. മിസ്റ്റർ അമ്മായിയപ്പൻ ഈ വെല്ലുവിളിക്കുമ്പോഴേ നടത്തിയെടുക്കാൻ പറ്റാവുന്നതേ പറയാവൂ, അല്ലെങ്കിലേ അവസാനം ഇങ്ങനെ നാണം കെട്ട് നാറി നിൽക്കേണ്ടി വരും. ഒരാഴ്ചയല്ല, ഒരു വർഷം ശ്രമിച്ചാലും നിധിയെ നിങ്ങൾക്ക് തിരിച്ചു കൊണ്ടുവരാനാവില്ല മാഷേ. അപ്പൊ വരട്ടെ, പോട്ടെ അളിയ വരട്ടെ. ഇടയ്ക്ക് കൈതരിച്ച് ഓരോന്ന് പൊട്ടിക്കണമെന്ന് തോന്നുമ്പോ കുഞ്ഞളിയൻ ഇങ്ങോട്ട് വന്ന് ഓരോന്ന് തന്നിട്ട് പോവാം കേട്ടാ എന്ന് പറഞ്ഞ് സുധീഷ് അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. സുധീഷ് മുറ്റത്തേക്ക് ഇറങ്ങി വരുമ്പോഴേക്കും, നീ വഴക്കുണ്ടാക്കാൻ പോയതാണോ എന്ന് സുഭാഷ് ചോദിക്കുന്നുണ്ട്. എടോ എനിക്കെന്താ വട്ടുണ്ടോ എന്ന് ചോദിച്ച് കാറിനെ ഒന്ന് നോക്കിക്കൊണ്ട്, ഏതായാലും എന്നെ കൊണ്ടുപോയി പെടുത്താനും തട്ടിക്കൊണ്ടു പോവാനും ഉപയോഗിച്ച വണ്ടിയല്ലേ ഇത്, ഇവിടെ നിന്ന് നിധിയെ കൂട്ടിക്കൊണ്ടു പോവാനും ഈ വണ്ടി തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു എന്നവൻ പറയേ. ഇതോ എന്ന് സുഭാഷൻ ചോദിക്കുന്നുണ്ട്. അതെ, അതിനെന്താ എന്ന് പറഞ്ഞ നികേഷേ, നീ ഞങ്ങളുടെ കൂടെ വന്നേ, ഇവര് രണ്ടുപേരും കൂടി ബൈക്കിൽ വന്നോളും കേട്ടോ എന്ന് സുധീഷ് പറയേ. അതൊന്നും വേണ്ട, നീ താക്കോല് കൊണ്ടുപോയി തിരികെ കൊടുക്കുക എന്ന് സുഭാഷും പറയുന്നുണ്ട്. ശരിടാ, ഇത് നമ്മുടെ അവകാശമായി കൂട്ടിയെ പോരെ, ഇത്രയും ബുദ്ധിമുട്ടിച്ചതിന് ഇതെങ്കിലും നമ്മൾ ചെയ്യണ്ടേ, അവനോട് വേണമെങ്കിൽ അവിടെ വന്ന് വണ്ടി എടുത്തോളാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. സുധീഷ് പറയേ, അതെ നിങ്ങൾ ഈ വണ്ടി എടുത്തു പോ, ബൈക്കൊക്കെ ഞാൻ എത്തിച്ചോളാം എന്ന് ഹരീഷ് പറയേ. ചേട്ടാ 2 ബൈക്കില്ലേ എന്ന് നികേഷും ചോദിക്കുന്നുണ്ട്. എടാ, ഇവിടുത്തെ വർക്ക്ഷോപ്പിലെ എന്റെ ഫ്രണ്ട് ഉണ്ട്, അവൻ വന്നെടുത്തോളും, നിങ്ങൾ പോവാൻ നോക്കെന്ന് ഹരീഷ് പറയേ. എടാ, ഈ വണ്ടിയും കൊണ്ട് പോണോ എന്ന് സുഭാഷ് ചോദിക്കുന്നുണ്ട്. പ്രശ്നമാവില്ലെന്ന് അവൻ ചോദിക്കേ. നിധിയും പറയുന്നുണ്ട്, സുധീഷ് പറഞ്ഞതാ ശരി, നമ്മളെ ഇത്രയും കഷ്ടപ്പെടുത്തിയില്ല, അവർക്ക് വേണമെങ്കിൽ അവർ ഡ്രൈവറെ അയച്ച് വണ്ടി എടുപ്പിക്കട്ടെ, ഇപ്പൊ നമ്മൾ തമ്മിലുള്ള വേവ് ലെങ്ത് ഒക്കെ ശരിയായി വരുന്നുണ്ട്. സുധീഷ് വണ്ടി എടുക്കാൻ നമ്മൾ പറയുമ്പോഴേക്കും സുധീഷും വണ്ടി എടുക്കാനായി പോവുകയാ, പുറകെ അവരും. അങ്ങനെ അവർ 4 പേരും ഒരുമിച്ചുള്ള ആ യാത്രയിൽ നികേഷ് പുറകിലെ സീറ്റിലിരുന്ന് മയങ്ങുകയായിരുന്നു. പുറകുവശത്തിരിക്കുകയായിരുന്ന സുഭാഷും മുൻ സീറ്റിലിരിക്കുന്ന നിധിയൊന്ന് നോക്കിക്കൊണ്ട്, എന്താ എല്ലാവരും ഒന്നും മിണ്ടാത്തെ എന്ന് ചോദിക്കുമ്പോഴേക്കും മയക്കം വിട്ടുണർന്ന നികേഷും എന്താ പറഞ്ഞെന്ന് ചോദിക്കുക. ആ നീ എഴുന്നേറ്റോ എന്ന് സുഭാഷ് ചോദിക്കെ. പെട്ടെന്ന് മയങ്ങിപ്പോയി, ഇന്നലെ മുഴുവൻ ഉറക്കം വിളിച്ചതല്ല. സുഭാഷ് അപ്പോഴേക്കും നിധിയോടായി, മോളെ നീ എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നേ എന്ന് ചോദിക്കുക. നിധി സങ്കടത്തോടെ, സോറി സുഭാഷേട്ടാ എന്ന് പറയുന്നുണ്ട്.
എന്താ മോളെ ഇത്? എത്ര തവണ നീ ഇത് തന്നെ പറയും? അത് വീടെന്ന് സുഭാഷ് ഏട്ടനും ഞാൻ കാരണം നിങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടായി. അച്ഛൻ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. വീട്ടിലേക്ക് വിളിച്ചപ്പോ ഞാൻ അച്ഛനെ വിശ്വസിച്ചു പോയി എന്നൊക്കെ പറഞ്ഞ് കരച്ചിലോടെ ഇരിക്കുന്ന നിധിയെ കാണിക്കുന്നിടത്താണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.